Hi friends, Assalamu alaikum. Welcome to my channel Hers and She's. ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിലൊരു പരിപ്പ് വടയും ഒരു സ്പെഷ്യൽ കൈമ വടയുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ആദ്യം നമുക്ക് പരിപ്പ് കുതിരാൻ വെക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഈ ഒരു കപ്പിൽ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇപ്പോൾ പരിപ്പെല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. പരിപ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വലിയ ജീരകവും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ ക്രഷ് ചെയ്തത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ച് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈമ വടക്കുള്ള കൂട്ട് റെഡിയാക്കാം. ഞാനിവിടെ ബീഫിൻ്റെ കൈമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് നാരങ്ങ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പരിപ്പ് വടയുടെ കൂട്ട് കുറച്ചിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കയ്യിൽ കുറച്ച് വെള്ളം തടവി ഇതുപോലെ പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈമ വടയും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം.
സ്പെഷ്യൽ കൈമ വടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ പരിപ്പ് വടയും കൈമ വടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.